ജാസ്മിനും അൻസിബിയായിട്ട് വലിയൊരു വഴക്ക് തന്നെയാണ് അപ്പം നടക്കുന്നത്. ജാസ്മിൻ ഒരു പണിയും ചെയ്യില്ല, ഒരു പണിയും ചെയ്യാതെ ഗബ്രിയുടെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണല്ലോ. അപ്പൊ അത് തന്നെയാണ് പ്രശ്നം. കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് അൻസിബിയും അതുപോലെ തന്നെ ജിൻഡോയും ജാസ്മിനുമായിരുന്നു. ജിൻഡോ കാര്യമായിട്ടൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ ജാസ്മിൻ 2-3 ദിവസം ജാസ്മിന് പനിയായിരുന്നു. പിന്നെ ഒരു ദിവസം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം ഗബ്രിയായിട്ട് പിണക്കമായിട്ട് ജാസ്മിൻ പോയി കിടക്കുമായിരുന്നു. അന്നത്തെ ദിവസം ജാസ്മിൻ ഒരു പണിയും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇച്ചിരി വെജിറ്റബിൾസ് അരിഞ്ഞു കൊടുക്കുകയും അന്നത്തെ ദിവസം ഒരു പാത്രം കഴുകുക എന്തോ ചെയ്തു. ഇത് മാത്രമാണ് ജാസ്മിൻ അയച്ച ഡ്യൂട്ടി ആയിട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ജാസ്മിൻ പറഞ്ഞു ഞാൻ കട്ട് ചെയ്ത് തന്നിട്ടില്ലേ, അത് ചെയ്ത് തന്നിട്ടില്ലേ എന്നൊക്കെ ചുമ്മാ പറഞ്ഞുകൊണ്ട് കിടക്കണം. ഒരു പണിയും ജാസ്മിൻ ചെയ്തിട്ടില്ല. അൻസിബ് തന്നെയായിരുന്നു അവിടെ നിന്ന് കുക്ക് ചെയ്യുന്നത്. അത് ബിഗ് ബോസ് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ഋഷി പറയുന്നുണ്ടായിരുന്നു, നോറ പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അൻസിബ് അഭിഷേക് ജയദീപിനോട് ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു ജാസ്മിനെ പറ്റി. ഇവരിങ്ങനെ വന്നിട്ട് എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് പോകും. ഏത് സമയം ഇങ്ങനെ പോയി വിളിക്കാൻ പറ്റുമോ? കിച്ചൺ ഡ്യൂട്ടിയിലുള്ളവർ അവിടെ നിൽക്കണ്ടേ? ഇനി ഇവർ വന്നു കഴിയുമ്പോൾ ഞാൻ എന്ത് പണി കൊടുക്കാനാണ്? ഞാനെല്ലാം ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് എടുക്കാൻ ഇവരൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ ജാസ്മിൻ എന്ത് പറഞ്ഞാലും അങ്ങനെയാണ്, ഒന്നും ചെയ്യുന്നില്ല, ഞാൻ കഷ്ടപ്പെട്ട് മടുത്തു എന്നൊക്കെ അൻസിബ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അൻസിബ ജയിൽ നോമിനേഷന്റെ സമയത്ത് ജാസ്മിനെ കിച്ചൺ ഡ്യൂട്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുകയുണ്ടായി. നോറയും നോമിനേറ്റ് ചെയ്തു, ശ്രീധുവും പറഞ്ഞു. കഴിഞ്ഞിട്ടാണ് അപ്പൊ ജാസ്മിൻ അൻസിബയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നത്. ഞാൻ കേട്ടോണ്ടിരിക്കണേന് ഒരു പരിധി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ അൻസിബയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അൻസിബ പറയുന്നുണ്ട് ഞാൻ പറയണേ ഒന്ന് കേൾക്കുന്ന, അതൊന്നും ജാസ്മിൻ കേൾക്കുന്നില്ല, അവിടെ കിടന്ന് തുള്ളുവാണ്. നോറ ഇടയ്ക്ക് ഒന്ന് സംസാരിക്കാൻ വരുമ്പോൾ നോറോട് നീ പോ കൊച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ ജാസ്മിന്റെ ഭാഗത്ത് തന്നെയാണ് ഫുൾ തെറ്റ്. ജാസ്മിൻ ഒരു പണി അല്ലെങ്കിലും ചെയ്യില്ലാത്ത ആളാണ്. മറ്റേ കിച്ചൺ ഡ്യൂട്ടി ഒക്കെ അവിടെ നടക്കുമ്പോൾ എല്ലാവരും തന്നെ അവിടെ ഉണ്ടാവും. നമ്മൾ കണ്ടതാണ്. അപ്സര അർജുന്റെ ഒക്കെ ടീമായിരുന്നു 2 ആഴ്ചത്തോളം ഉണ്ടായിരുന്നത്. അവരെപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴും ഗബ്രി മാത്രമാണ് ഇടയ്ക്ക് മാറിപ്പോവാറുള്ളത്. അപ്പൊ ഈ ജാസ്മിൻ ചുമ്മാ ഗബ്രിയോട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് മാറിയിരുന്ന് കഴിഞ്ഞിട്ട് പണിയൊന്നും എടുക്കാതെ പിന്നെ ഫുൾ പണി അതായിട്ട് അൻസിബിയാണ് എടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞത് ഇത് അതിന് മുമ്പേ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ അൻസിബി ഇത് ജയിൽ നോമിനേഷനിലാണ് ഇപ്പൊ പറയുന്നത്. അൻസിബ് അത്രയ്ക്ക് മടുത്തിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച. ഇപ്പൊ ജാസ്മിനെ ഒക്കെ വിളിക്കുമ്പോൾ ഒരു മിനിറ്റ് ഇപ്പൊ വരാന്ന് പറയും. എന്നിട്ടോട്ട് ചെല്ലോ ഇല്ല. വിൻഡോ ആണെങ്കിലും വിളിച്ചാൽ വരില്ല. ഇപ്രാവശ്യം പവർ ടീം ആണെങ്കിലും ഒന്നിനും ആക്ഷനും ഒന്നും എടുക്കുന്നില്ല, പണിഷ്മെന്റ് ഒന്നും കൊടുക്കുന്നതായിട്ടും കാണുന്നില്ല. എന്താണോ എന്തോ. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ഉടനെ കാണാം.